ഇന്ന് മുതൽ എക്സിറ്റ് പോളുകൾ തുടങ്ങിയാണ് 2024 ഇലക്ഷൻ്റെ. 2024 ഇലക്ഷന് പ്രത്യേകതയുണ്ട്. കാരണം ഇതിനെ ഗ്ലോബലായിട്ട് വലിയ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. മോദി വരും, BJP വരും എന്നുള്ളത് ഉറപ്പിച്ചുള്ള ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന BJP. പിന്നീട് 28 പാർട്ടിയുള്ള ഇന്ത്യ മുന്നണി അവർ മുന്നേറി, അവർ അധികാരത്തിൽ വരുമെന്ന് കേരളത്തിലെ പല മീഡിയകളും പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കൂട്ടം ജേർണലിസ്റ്റുകൾ നടത്തിയ ഒരു സർവേയാണ്. അപ്പോൾ അതിനകത്ത് ചില കോർപ്പറേറ്റ്സും കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് ഇതിനകത്തൊക്കെ ഫണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇതിനകത്ത് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. പെട്ടെന്ന് തന്നെയാണ് പറയുന്നത്. അത് ചില സ്റ്റേറ്റ് വൈസ് പറയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ള മാത്യു ജോർജ്, അദ്ദേഹം ബാംഗ്ലൂർ ബേസ്ഡ് ബിസിനസ് മാനാണ്. നേരത്തെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ ഞാൻ ഒരു ഇലക്ഷൻ ഡിസിഷനുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് വോട്ട് കേരളത്തിലെ ഇപ്പോൾ ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തിയിരുന്നു. അപ്പം അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ഇതുമായിട്ട് അദ്ദേഹത്തിന് ചില യോജിച്ച് പോകാൻ പറ്റുന്നില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ പറഞ്ഞു പോകാം. ഇതിനകത്ത് പറയുന്നത് BJP നല്ല ആബ്സല്യൂട്ട് മെജോറിറ്റിയിൽ അധികാരത്തിൽ വരുമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആന്ധ്രാപ്രദേശിന് പറയുന്നത് 25 സീറ്റുകളിൽ TDPക്ക് 13, BJPക്ക് 3 സീറ്റും, JSP. അപ്പം അവിടെ ആന്ധ്രയിൽ BJP ഉൾപ്പെടുന്ന മുന്നണിക്കാണ് സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. എന്താ മാത്യു ജോർജിൻ്റെ അഭിപ്രായം? ചന്ദ്രബാബു നായിഡുവിൻ്റെ TDP അസംബ്ലി വരുമെന്നുള്ളത് ഉറപ്പാണ്. ലോക്സഭയിൽ ഇത്രയും സീറ്റ് TDPക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് കാസ്റ്റ് ഇക്വേഷൻ്റെ ബേസിസിൽ മാത്രമാണ് ഞാൻ പറയുന്നത്. അവിടുത്തെ ശ്രീ മാത്യു സാറിന് അറിയാമല്ലോ, കമ്മ കാപ്പു റെഡ്ഡി ഇക്വേഷൻ. എത്രയൊക്കെ വന്നാലും ഒരു സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ അവരുടെ കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പം ജഗന് പോയിട്ടുണ്ട്. ആ റെഡ്ഡി കാസ്റ്റിലുള്ളവർ എത്ര പേര് ഇനി തിരിച്ച്, പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വലിയ ഇൻകംബൻസി ഫാക്ടറാണ്. അതെ, ജഗന് എഗൻസ്റ്റ് ആയിട്ട് ഒരു സെക്ഷൻ ഓഫ് വോട്ടേഴ്സ്, ഈവൻ റെഡ്ഡി വോട്ടേഴ്സ് പോലും സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം ഒത്തിരി ഗുണ്ടായിസം അവരുടെ പാർട്ടി കാഡേഴ്സിൽ നിന്നുണ്ടായിട്ടുണ്ട്. അപ്പം മാത്യു സമ്മതിക്കുന്ന ഒരു സർജിങ് ഉണ്ട് BJPക്ക്. ഭയങ്കര സർജാണ് TDPക്ക്. BJPക്ക് ആ കൂട്ടത്തിൽ ബെനിഫിറ്റ് കിട്ടും. അല്ല, BJP അവിടെ വളരെ നേരത്തെ ഒരു ശക്തിയല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ശക്തിയായി മാറി. അതെ, മോഡി ഒരു ഫാക്ടറാണ്. പക്ഷെ TDPയുടെ ആ ബോട്ടിൽ ഇവർ സഞ്ചരിക്കുന്നതുകൊണ്ട് ഇവർക്കും അതിന്റെ ബെനിഫിറ്റ് കിട്ടും. മോഡിയുടെ ഇമേജും കൂടെ കൂടും. അതെ, അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് തെലങ്കാനയിൽ കോൺഗ്രസ് വന്നു, പക്ഷെ ഇവിടെ കോൺഗ്രസ് വരുന്നില്ല. ഇവിടെ റീജിയണൽ പാർട്ടി എക്സ് കോൺഗ്രസ്മാൻ ആണല്ലോ ഇപ്പോഴത്തെ BJP. അതേപോലെ തെലങ്കാനയിൽ ഏകദേശം 17 സീറ്റുണ്ട്. 10 സീറ്റ് BJP ജയിക്കുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അതിൻ്റെ അകത്ത് കോൺഗ്രസിന് 4 സീറ്റും BRS 2 സീറ്റ്. എന്താ അതിൻ്റെ അഭിപ്രായം? BRSന്റെ കൊളാപ്സ് ആർക്ക് സീറ്റ് കിട്ടും, ആർക്ക് വോട്ട് കിട്ടും എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ BRS എനിവേ പാർട്ടി പോയി. അത് BJPക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം BJPയുടെ അവിടുത്തെ ബേസ് കുറവാണ്. പക്ഷേ പോപ്പുലാരിറ്റി മോഡിയുടെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡി ഒരു വളരെ സ്ട്രീറ്റ് സ്മാർട്ടായിട്ടൊരു പൊളിറ്റീഷ്യനാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത്രയും മെജോറിറ്റിയിൽ അസംബ്ലി വന്നത്. അദ്ദേഹത്തിൻ്റെ ബേസിൽ ഒരു മുസ്ലിം കൺസോളിഡേഷനും അവിടെ ഒരു കാസ്റ്റ് ഇക്വേഷനും കൂടെ വന്നു കഴിഞ്ഞാൽ BJPയുടെ വിചാരിക്കുന്ന സീറ്റ് കിട്ടത്തില്ല, പക്ഷെ ഭയങ്കര സർജ് ആയിരിക്കും. പക്ഷെ ഞാനത് വിചാരിക്കുന്നത് BJPക്ക് പ്രാവശ്യം ആന്ധ്രയിൽ തെലങ്കാന സീറ്റ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം മോദി ഒരു ഫാക്ടറാണ്. BJPയെക്കാളും മോദിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു അർബൻ കമ്മ്യൂണിറ്റി, അതായത് സെക്കൻഡറാബാദ്, ഹൈദരാബാദ് ഉൾപ്പെടെ വലിയൊരു ഹ്യൂജ്, കാരണം വലിയ സീറ്റുകളുണ്ട് അവിടെ. അപ്പോൾ അവിടെ സീറ്റുകൾ കൂടാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്ക്. സിറ്റിയിൽ തീർച്ചയായിട്ടും വരും. പക്ഷെ അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജ് 45% ഉള്ളായിരുന്നു. പക്ഷെ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മോദിയുടെ കൂടെയാണ്. അപ്പം അടുത്ത കർണാടക, അദ്ദേഹത്തിന് ബിസിനസ്സൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കർണാടകയിൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 28 സീറ്റിന് 23 സീറ്റ് BJPക്ക് കിട്ടും, 3 സീറ്റ് അവരുടെ JDS അവരുടെ കമ്പൈൻ അലയൻസിന് കിട്ടും, INCക്ക് 2 സീറ്റ് കിട്ടും. പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ BJPയുടെ ഇന്റേണൽ ആയിട്ടുള്ള ഇഷ്യൂസ് ഒരു ഫാക്ടറാണ്. 2 ജനതാദളിൻ്റെ തകർച്ച, 3 ഹാർഡ് കോർ ഹിന്ദുത്വ അതിൽ ഉണ്ടായിരുന്ന കുറേ കാൻഡിഡേറ്റ്സിനെ മാറ്റി. ഈ 3 ഫാക്ടേഴ്സും BJPക്ക് എഗൻസ്റ്റ് ആണ്. പക്ഷേ മോഡി ഫാക്ടർ ഏർബൻ ഏരിയ, ബാംഗ്ലൂർ പോലുള്ള ഏർബൻ ഏരിയയിൽ മോഡി ഫാക്ടർ വളരെ സ്ട്രോങ് ഫാക്ടറുമാണ്. അപ്പം ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ യെദ്യൂരപ്പ ആയിരുന്നു BJPയുടെ സിംഗിൾ മാൻ ഫേസ്. അദ്ദേഹമാണ് പാർട്ടി, അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലോട്ട് ഇത് വന്നതോടുകൂടി, ലീഡർഷിപ്പ് വന്നതോടുകൂടി ഒത്തിരി ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ട്. അതെങ്ങനെ ഓവർകം ചെയ്യുന്നുള്ള അറിയില്ല. പക്ഷേ ഇത്രയും സീറ്റ് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനൊരു കോൺഗ്രസ്
സ്വീപ്പാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കാരണം ഇതിനെയൊക്കെ ഓവർകം ചെയ്ത് മോദി ഫാക്ടർ കർണാടകയിൽ വർക്കൗട്ട് ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, ഡിക്ക് ഒരു ഫാക്ടറും കൂടെ ഉണ്ട്. DK ശിവകുമാർ വൊക്കലിംഗ കൺസോൾട്ടേഷൻസ് അവിടെ നടക്കുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ ഒരു വൊക്കലിംഗ ലീഡേഴ്സിൻ്റെ ഒരു വൊക്കലിംഗ ആ ഒരു കാസ്റ്റിൻ്റെ ഒരു ലീഡറായിട്ട് എമേർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മോഡി ഫാക്ടർ എന്തുമാത്രം ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളത് ഇതിനകത്ത് ഞാൻ ചില കാര്യങ്ങളിൽ യോജിക്കുന്നു. കാരണം RSSുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കൂട്ടം ഇപ്രാവശ്യം ഇലക്ഷനിൽ ആക്റ്റീവ് ആയിരുന്നില്ല കർണാടകയിൽ. പക്ഷേ മോദി ഫാക്ടർ എന്ന് പറഞ്ഞ RSS ഫാക്ടറിനെ ഓവർകം ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സംശയമില്ല, മോഡി ഫാക്ടർ ഈസ് ബിയോണ്ട് RSS. കാരണം RSSനെ ഓവർകം ചെയ്തു. അതോടുകൂടി ഒരു കാര്യം വ്യക്തമാണ്, RSSന്റെ മുകളിലാണ് ഇൻഡിവിജ്വലായിട്ട് മോദി ഫാക്ടർ വർക്കൗട്ട് ചെയ്തേക്കുന്നത് കർണാടകയിൽ. അതുകൊണ്ടാണ് അവർക്ക് 23 സീറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലെന്ന് ഞാൻ പറയുന്നത്. അതേപോലെ തമിഴ്നാട് ഏകദേശം 2 സീറ്റാണ് BJP, ബാക്കി വല്ല DMK, അതായത് കോൺഗ്രസ് അലയൻസ് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. എന്താണ് കാരണം? അതിനെപ്പറ്റി സംസാരിക്കാനൊന്നുമില്ല. ADMKയുടെ വോട്ട് ഇല്ലാതെ BJP എത്ര വോട്ട് കിട്ടുമെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനകത്ത് വോട്ടിംഗ് ഷെയർ കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അണ്ണാമല നല്ലൊരു പെർഫോമറാണ്. പക്ഷെ അണ്ണാമല ടീം പ്ലെയർ അല്ല. അത് രണ്ടും ഓഫ്സെറ്റ് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അത് കേരളത്തിനെ പറ്റി പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന 2 സീറ്റാണ് BJPയുടെ സംഭവം. അത് കോൺഗ്രസിന് 13 സീറ്റും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റും CPM ഉൾപ്പെടെയുള്ളവർക്ക് 4 സീറ്റും 4 സീറ്റ് 3 സീറ്റ് ഈ രീതിയിലാണ് പറയുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഒത്തിരി ഡിസ്കസ് ചെയ്തത്. കാരണം BJP കേരളത്തിൽ വോട്ടിംഗ് ഷെയർ കൂട്ടും, 2-3 സീറ്റ് വരെ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. UDFന് മുൻതൂക്കമായിരിക്കും ഈ ഇലക്ഷന്. കഴിഞ്ഞ വർഷത്തെ സെയിം പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ ഒക്കത്തില്ല. കുറേ സീറ്റ്സ് LDF പിടിക്കും. BJPക്ക് ഏറ്റവും ചാൻസ് തൃശ്ശൂർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചിരിക്കും. 2.5 ലക്ഷം ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ നമ്പേഴ്സ് അനുസരിച്ചിരിക്കും സുരേഷ് ഗോപിയുടെ ചെയ്യാം. ആസാമിനെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ 14 സീറ്റാണ്. BJP 9 സീറ്റ് പിടിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസ് 2 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. അതേപോലെ തന്നെ ഈ പെർഫ്യൂം കിങ് അജ്മൽ പെർഫ്യൂം, അയാളുടെ മുസ്ലിം പാർട്ടിയാണ്, 2 സീറ്റ് കിട്ടുമെന്ന് പറയുന്നു. പെട്ടെന്ന് ഇതിനെപ്പറ്റി ആസാമിൽ ഞാൻ കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു. ആസാമിൽ ഈ നേറ്റീവ്സ് വേഴ്സസ് ഔട്ട്സൈഡേഴ്സ് ആണ് എന്നും ഇഷ്യൂ. ഈ CAAയുടെ ഇംപ്ലിമെൻറ്റേഷൻ അവിടെ ഒരുപക്ഷെ ഇന്ത്യയിൽ ഹിന്ദുസ് ഒപ്പോസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആസാമാണ്. അവരുടെ ഭീതി ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുസ് ഇവിടെ വന്ന് സിറ്റിസൺഷിപ്പ് എടുത്ത് അവരുടെ ലാൻഡ് റിസോഴ്സിന് പുറത്തൊരു ക്രഞ്ച് വരുമെന്ന്. അവിടെ മുസ്ലിംസും നേറ്റീവ് ഹിന്ദുസും ഔട്ട്സൈഡേഴ്സിന് അഗൻസ്റ്റ് ആണ്. കാരണം അവിടുത്തെ ഒരു വോട്ടിംഗ് ഫിലോസഫി തന്നെ വ്യത്യാസമാണ്. നിങ്ങൾ ഈ പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കണം. അവിടെ നേറ്റീവായിട്ടുള്ള ട്രഡീഷണൽ മുസ്ലിംസ് അവിടെ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന മുസ്ലിംസിനെതിരെയാണ്, അവിടെ ഹിന്ദുസിനെതിരാണ്, അവിടെയുള്ള ആസാമീസ് പോപ്പുലേഷൻ ഈ പുറത്തുനിന്ന് വരുന്നവർക്കെതിരെയാണ്. പക്ഷേ മോദി ഫാക്ടറും അവിടുത്തെ മുഖ്യമന്ത്രി രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ഈ പറയുന്ന അവർക്ക് 9 സീറ്റ് കിട്ടാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. വെസ്റ്റ് ബംഗാളാണ് ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും രസകരമായിട്ടുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം 18 സീറ്റ് കിട്ടിയിരുന്നു. ഞാൻ കഴിഞ്ഞ 2019 വളരെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു 19 മുതൽ 18 സീറ്റ് വരെ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്രാവശ്യം BJP 26 സീറ്റാണ് പറയുന്നത്. TMC ചരിത്രത്തിൽ ആദ്യമായിട്ട് പുറകിലോട്ട് പോകുന്നു. ഇതിനെപ്പറ്റി അഭിപ്രായം എന്താ? TMC മമതാ ബാനർജി നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനൊക്കത്തില്ല. എക്സ്ട്രീംലി സ്വീറ്റ് സ്മാർട്ട് ഗ്രാസ് റൂട്ട് ലെവൽ കോൺടാക്റ്റ് ഉള്ള നമ്മൾ കഴിഞ്ഞ 2019 ഇലക്ഷനുള്ളതാണ്. ഏറ്റവും BJPക്ക് പ്രതീക്ഷ വെസ്റ്റ് ബംഗാളിലാണ്. പക്ഷേ എത്ര പെർസെൻറ്റേജ് കൂട്ടാൻ നോക്കുക എന്നുള്ളത് മമതാ ബാനർജിയുടെ ഗ്രിപ്പ് ഇതുവരെയായിട്ടും കംപ്ലീറ്റ് ആയിട്ട് ബംഗാളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. അതുകൊണ്ട് എത്ര പെർസെൻറ്റേജ് കൂടുമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് BJPക്ക് ഇപ്രാവശ്യം അവിടെ 25 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ നമ്മളിപ്പോൾ പോയി കാണുവാണെങ്കിൽ അവിടെ എല്ലാം TMCയുടെ പ്രചരണം മാത്രമേ ഉള്ളൂ. പക്ഷെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷനാണ് അവിടെ നടന്നത്. ബൂത്ത് ക്യാപ്ചേർഡും റിഗ്ഗിങ്ങും നടന്നിട്ടില്ല. അതുകൊണ്ട് BJPക്കാണ് ഇപ്രാവശ്യം അവിടെ സീറ്റ് കൂടുതൽ കിട്ടാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. അതുപോലെ ബീഹാർ, അവിടെ ഏകദേശം BJPക്ക് 17 സീറ്റും JDU അവരുടെ പാർട്ട്ണർ 12 സീറ്റും LJP 5 സീറ്റ്, RJD 3 സീറ്റ്. അവിടെയും BJPക്കാണ് ഭൂരിപക്ഷം. പക്ഷേ അവിടെ ഇൻകംബൻസി ഫാക്ടർ ഉണ്ട്. എന്നാലും അവിടെ BJP വരാനുള്ള സാധ്യതയാണ് കൂടുതൽ. ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയും തേജസ്വി രാഹുൽ ഗാന്ധി കൂടെ നല്ലൊരു ഈക്വേഷൻ ആയിരുന്നു. ഒരു റിസർജൻസ് വന്നിട്ടുണ്ട് ബീഹാറിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി ഉള്ള സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ യങ് പോപ്പുലേഷൻ ഉള്ള
ഇന്ത്യ മുഴുവൻ വർക്കേഴ്സിനെ കൊടുക്കാൻ പറ്റിയ ഒരു സംസ്ഥാനമാണ്. അവിടെ അൺഎംപ്ലോയ്മെൻ്റ് ഒരു ഇഷ്യൂ ആണ്. ഈ പ്രാവശ്യം BJPയുടെ സർജ് കുറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ജനതാദൾ യുണൈറ്റഡ് ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുണ്ട്. അപ്പോൾ ഈ നമ്പേഴ്സ് ഞാൻ ഡിസ്പ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ BJP ഡെഫിനറ്റ്ലി ഒരു സ്ട്രോങ് ഫോഴ്സാണ്. JDU കൂടെ കമ്പനി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ BJPക്ക് അവിടെ സാധ്യത കൂടുതലാണ്. കാരണം ബീഹാറിലുള്ളവർക്ക് നല്ലപോലെ രാഷ്ട്രീയം അറിയാം. രണ്ടാമതൊരു ഫാക്ടർ എന്ന് പറയുന്നത് മോദി ഫാക്ടർ വ്യക്തമായിട്ട് വിസിബിളാണ് ബീഹാറിൽ. എൻ്റെ ഒരു അനുഭവം വെച്ച് അവിടെ പഴയ പോലെ സ്വീപ്പ് നടന്നില്ല എങ്കിലും വലിയൊരു ഭൂരിപക്ഷം BJPക്ക് കിട്ടാനും JDUവിന് കിട്ടാനാണ് സാധ്യത. ഒറീസയാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും രസകരമായിട്ട് പോകുന്നത്. 3 പ്രാവശ്യം അധികാരത്തിൽ വന്ന് നവീൻ പട്നായിക്, അതായത് ബിജു ജനതാദൾ, അവർ പുറകോട്ട് പോകുന്ന കാഴ്ചയും അവിടെ ആ സംസ്ഥാനത്ത് ഭരണം ഇല്ലാതാകുന്ന രീതിയിലാണ് ഈ സർവേ റിപ്പോർട്ട് പറയുന്നത്. ഏകദേശം 14 സീറ്റ് BJP നേടുന്നു, BJDക്ക് 7 സീറ്റും. ഇതാണ്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതാകുന്നു. അതും കൂടെ ഇതിനകത്ത് കണക്കാക്കുക. എന്ത് മാത്യുവിൻ്റെ അഭിപ്രായം? 2 ഫാക്ടേഴ്സേ ഉള്ളൂ. ഒന്ന്, ബിജു പട്നായക് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ലീഡർ, നവീൻ പട്നായക്, ബിജു പട്നായകിൻ്റെ മകൻ നവീൻ പട്നായക് എന്നുള്ള സ്ട്രോങ് ലീഡറിൻ്റെ ആ ഒരു പ്രസൻസ് നമുക്ക് റൂൾ ഔട്ട് ചെയ്യാനൊക്കത്തില്ല. വളരെ പോപ്പുലറാണ്, ഭാഷ അറിയാതെ തന്നെ ചീഫ് മിനിസ്റ്ററായ ഒരു വ്യക്തിയാണ്. അത് അവിടെ 2 ഫാക്ടേഴ്സാണ് BJP നവീൻ പട്നായക് അഗേൻസ്റ്റ് റേസ് ചെയ്തേക്കുന്നത്. ഒന്ന്, പുള്ളിയുടെ ഹെൽത്ത്. 2, പുള്ളിയുടെ സക്സസർ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള പാണ്ഡ്യനായിരിക്കും എന്നുള്ളതാണ്, ഔട്ട്സൈഡർ ആയിരിക്കും എന്നുള്ളതാണ്. ഈ 2 ഫാക്ടേഴ്സിനെ നവീൻ പട്നായക് എങ്ങനെ കൗണ്ടർ ചെയ്യുന്നതനുസരിച്ചിരിക്കും. അദ്ദേഹം ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പാണ്ഡ്യനായിരിക്കത്തില്ല പുള്ളിയുടെ സക്സസറിന്. പുള്ളിയുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ഈ വിചാരിക്കുന്ന മുന്നേറ്റം BJPക്ക് അവിടെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഇൻ ടേംസ് ഓഫ് നമ്പർ ഓഫ് സീറ്റ്സ്, വോട്ട് ഷെയർ കൂടും. BJP will become a formidable force in Odisha for sure. ഛത്തീസ്ഗഡിൻ്റെ കാര്യം കൂടുതൽ പറയാനില്ല, അത് കംപ്ലീറ്റ് BJP സ്വീപ്പായിരിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശ് ഈ സർവേയിൽ പറയുന്നത് ഏകദേശം 80 സീറ്റുള്ളതിൽ 70 സീറ്റ് BJP നേടുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം 65 സീറ്റാണ്. അപ്പോൾ ഈ സർവേയിൽ പറയുന്ന ഏറ്റവും രസകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി തൂക്കും. ഇതിനെപ്പറ്റി എന്താ അഭിപ്രായം? ഉത്തർപ്രദേശിലൊരു പ്രത്യക്ഷമായി സംഭവിച്ചേക്കുന്ന 2-3 കാര്യങ്ങളുണ്ട് ഈ ഇലക്ഷന്. കഴിഞ്ഞ ഇലക്ഷന് BSP കുറേ മുസ്ലിം വോട്ട്സ് പിടിച്ചു, മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം BSPയുടെ കോർ വോട്ട് ബാങ്ക്, ജാട്ടവ് വോട്ട് ബാങ്ക് അവരുടെ കൂടിയായിരുന്നു. ഈ പ്രാവശ്യം കോർ വോട്ട് ബാങ്ക് മാറിയിരിക്കുന്നു. മൂന്നാമത്, മായാവതി പഴയ പോലെ ആക്റ്റീവ് അല്ല. അതുകൊണ്ട് അവരുടെ ആ 18-20% ഉള്ള ഈ സബ് കാസ്റ്റ്, അവരുടെ കോർ സബ് കാസ്റ്റ് അവരുടെ കൂടെ നിൽക്കുമെന്ന് പോലും സംശയമുണ്ട്. പിന്നെ 4ാമത്, അഖിലേഷ് യാദവും കോൺഗ്രസും കൂടി ഒരു റിസർജൻസ് ഉണ്ട്. കോൺഗ്രസ് വീക്കാണെങ്കിലും അഖിലേഷ് ഒരു കംബാക്കാണ്. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം നല്ലപോലെ ദളിത് വോട്ടുകൾ, അതായത് നേരത്തെ മായാവതിക്ക് ചെയ്തുകൊണ്ടിരുന്ന, കോൺഗ്രസിന് ചെയ്തുകൊണ്ടിരുന്ന ദളിത് വോട്ടുകൾ ശരിക്കും BJPയിലോട്ട് പോയിട്ടുണ്ട്. അതൊരു ഫാക്ടർ തന്നെയാണ്. പിന്നെ റാം ജന്മഭൂമി ഇഷ്യൂ, കാരണം UPയും ബീഹാറുമാണ് ഏറ്റവും കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്യാൻ വരാൻ പോകുന്ന ഇലക്ഷനിൽ. അതുകൊണ്ട് UPയിൽ BJPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇപ്രാവശ്യം സീറ്റ് കിട്ടുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രവചനം. ഗുജറാത്ത് ആണെങ്കിൽ പറയേണ്ട കംപ്ലീറ്റ് സ്വീപ്പാണ്. അതിനെപ്പറ്റി ഒന്നും പറയാതിരിക്കുകയാണ് ഏറ്റവും ഇതിനെ. കാരണം ഒന്നും പറയാനില്ല. അവിടെ പ്രതിപക്ഷം തന്നെ കോൺഗ്രസിന് ഒന്നും അല്ലാതായി മാറി. രാജസ്ഥാനും ഏതാണ്ട് കംപ്ലീറ്റ് സ്വീപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുഴുവൻ സീറ്റ് കിട്ടത്തില്ല. പക്ഷേ ഇപ്രാവശ്യം അവർക്ക് 23 സീറ്റ് കിട്ടും. അത് ജാട്ടൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. കാരണം അതാണ് രാജസ്ഥാനിൻ്റെ ഒരു പ്രശ്നം. കാരണം ആ ജാട്ട് ഇഷ്യൂവിൻ്റെ അകത്ത് ആൻറ്റി BJP വോട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് BJP തന്നെ സംശയിക്കുന്നത്. മധ്യപ്രദേശ്, അവിടെയും പറയാനൊന്നുമില്ല, കംപ്ലീറ്റ് സ്വീപ്പ് തന്നെയായിരിക്കും. ഏകദേശം ഇതിനകത്ത് വലിയ അതിശയമൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഇപ്രാവശ്യം ഉണ്ടാകും. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് 5 സീറ്റുകൾ 5 സീറ്റും BJPക്ക് കിട്ടും. ഇനി അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്, മഹാരാഷ്ട്രയിൽ ഏകദേശം BJPക്ക് 20 സീറ്റ്, 48-ൽ 20 സീറ്റ് കിട്ടുമെന്നും ശിവസേന എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവിടെ മുഖ്യമന്ത്രി ഭരിക്കുന്ന സ്പ്ലിൻഡർ ഗ്രൂപ്പ്, ആ ശിവസേനയ്ക്ക് 8 സീറ്റ് കിട്ടുമെന്നാണ് ഇതിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. എന്തുവാണ് അവിടെ ഈ ഒറിജിനൽ ശിവസേന ബാൽ താക്കറെയുടെ മകൻ്റെ കൂടെ
ഒരു നല്ല ശതമാനം ആൾക്കാർ ഇതിപ്പുണ്ട്, വോട്ടേഴ്സും ഉണ്ട്, ഒരു സിമ്പതി വേവ് ഉണ്ട് ബാൽ താക്കറയുടെ മകനും. ഇവരെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ കൂടെയും സിമ്പതി വേവ് ഉണ്ട് ഒത്തിരി വോട്ടേഴ്സിന് ഈ അജിത് പവാർ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോയാൽ. ഈ ഒരു നമ്പേഴ്സ് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും BJPക്ക് മഹാരാഷ്ട്രയിൽ തിരിച്ചടി ഉണ്ടാകും. അത് ഞാനും അതിൽ തന്നെയാണ് വിശ്വസിക്കുന്നത്. നല്ലൊരു തിരിച്ചടി BJPക്ക് ഉണ്ടാകും. പക്ഷെ ഭൂരിപക്ഷം BJPക്കും ഈ ഭരിക്കുന്ന കക്ഷിക്ക് തന്നെ ആയിരിക്കും. പക്ഷെ BJPക്ക് അവിടെ ശരിക്കും സീറ്റുകൾ കുറയും എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കൂട്ട്. ഹരിയാനയുടെ കാര്യത്തിൽ ഇത് തന്നെയാണ്. ഏകദേശം 5 സീറ്റ്, 10 സീറ്റ് 5 സീറ്റ് കോൺഗ്രസിനും 5 സീറ്റ് BJP. ഇതിന് വലിയ വ്യത്യാസം. കാരണം ജാട്ട് ഇഷ്യൂ വലിയ സംഭവം തന്നെയാണ്. അതിനെ ടാക്കിൾ ചെയ്യാൻ BJPക്ക് കഴിഞ്ഞില്ല. അത് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഹരിയാനയിൽ സീറ്റുകൾ കുറയും. അഭിപ്രായം യോജിക്കുന്നു. അപ്പം ഡൽഹിയിലാണെങ്കിൽ 7 സീറ്റിൽ ആദ്യം അണ്ടർ കറൻസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് അത് മാറി. കാരണം ഡൽഹിക്കാർ ബേസിക്കലി ആ സ്റ്റേറ്റ് വേറെ ആര് ഭരിച്ചാലും, ഇപ്പോൾ ആം ആദ്മി ഭരിച്ചാലും സെൻട്രൽ BJP ഭരിക്കണമെന്നാണ് ഡൽഹിയുടെ ആഗ്രഹം. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവസാന നിമിഷം 7 സീറ്റും BJP കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഒരു വിചാരം അനുസരിച്ച് ഒരു 2 സീറ്റ് വരെ ആം ആദ്മി പാർട്ടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. കോൺഗ്രസിന്റെ വോട്ടും കൂടെ ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുവാണെങ്കിൽ. പക്ഷെ ഈ ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നതിനും BJPക്കാർ, അതായിട്ട് തമാശ എന്ന് പറയുന്നത്. ഈ കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ ഒരു സിമ്പതി വേവ് അതൊന്നും അവിടെ ഒന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തുള്ളൂ. കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഒരു ഡൽഹിക്കാരനായിട്ട് പറയാം. അതുപോലെ പഞ്ചാബിൽ 13 സീറ്റിൽ കോൺഗ്രസിന് സീറ്റുകളുടെ എണ്ണം കൂടി 6 സീറ്റാകും. സാഡിന് ശിരോമണി അകാലിദൾ അവർക്ക് 3 സീറ്റ് കിട്ടും. BJPക്ക് ഇതിൻ്റെ 2 സീറ്റാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഒരു സീറ്റിൽ കൂടുതൽ അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ആം ആദ്മിക്ക് 2 സീറ്റാണ്. എന്താണ് അഭിപ്രായം? പഞ്ചാബ് എനിവേ NDAയുടെ കൂടെ അല്ല. ഇവൻ ശിരോമണി അകാലിദൾ ഇന്ത്യയുടെ ഭാഗമല്ലേ പോലും അവർ BJPക്ക് അഗൻസ്റ്റ് ആണ്. പഞ്ചാബ് ആസ് എ സ്റ്റേറ്റ് ഇവർക്ക് എനിക്കൊന്ന് പഞ്ചാബ് ആന്റി BJP പോകാനാണ് കൂടുതൽ സാധ്യത. ഹിമാചല് മുഴുവൻ 4 സീറ്റൊക്കെ കിട്ടും. ജാർഖണ്ഡാണ് അടുത്തൊരു സംഭവം. അത് അതിൻ്റെ അകത്ത് പറയുന്നത് 14 സീറ്റ് ഉള്ളതിൽ BJPക്ക് 7 സീറ്റും ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 3 സീറ്റും കോൺഗ്രസ് പാർട്ടിക്ക് 3 സീറ്റും. ഏതാണ്ട് ജാർഖണ്ഡിൽ ആന്റി BJP സീറ്റുകളാണ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഞാൻ യോജിക്കുന്നു. കാരണം അത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു ഫാക്ടറല്ല. അപ്പോൾ അതിൻ്റെ പേരിൽ തന്നെ കാരണം BJPക്ക് എതിരെയുള്ള വിധിയെടുത്തായിരിക്കും ജാർഖണ്ഡിൽ ഉണ്ടാകാൻ പോകുന്നത്. ഗോവയിൽ 2 സീറ്റുണ്ട്, 2 സീറ്റും കോൺഗ്രസിന് തന്നെയാണ്. അത് BJPയും കോൺഗ്രസും കൂടെ ഒരു BJPക്ക് ഒരു കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. കാരണം ആന്റി ഇൻകംബൻസി വളരെ ശക്തമാണ്. അപ്പം ലഡാക്കിലാണെങ്കിൽ 6 സീറ്റിൽ 3 BJPക്കും 3 ഇന്ത്യ മുന്നണിക്കും പോകുമെന്നാണ് പറയുന്നത്. ഇതിൻ്റെ അത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്, അത് ചെറിയൊരു സ്റ്റേറ്റ് ആണ്. ഇനി അവസാനം നമ്മൾ വരുവാണെങ്കിൽ ത്രിപുരയിൽ 2 സീറ്റും NDAക്ക് അനുകൂലമാകും എന്നാണ് പറയുന്നത്. അപ്പം യൂണിയൻ ടെറിട്ടറിയിലാണെങ്കിൽ ടോട്ടൽ 9 സീറ്റ്, NDAക്ക് 5 സീറ്റും ഇന്ത്യ മുന്നണിക്ക് 2 സീറ്റും. ഈ രീതിയിലാണ് പറയുന്നത്. ഇനി അവസാനം നമ്മൾ ടാലി അവസാനം നോക്കുവാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ അവസാനത്തെ ടാലി പറയുന്നത്? ആകെ സീറ്റ് 543. അതിനകത്ത് BJP തനിച്ച് 324 സീറ്റ് കിട്ടുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഞാനിത് പറഞ്ഞിരുന്നു. 310 മുതൽ 320 സീറ്റ് വരെ BJPക്ക് തനിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി, കോൺഗ്രസ് പാർട്ടിക്ക് 64-60 സീറ്റ് കൂടുതൽ കിട്ടുന്നില്ല. ഇത് തന്നെയാണ് എല്ലാവരും പ്രഡിക്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ ഇന്ത്യ മുന്നണി അവർക്ക് ടോട്ടലായിട്ട് കോൺഗ്രസിൻ്റെ 64 കൂടെ ചേർത്ത് 123 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അതായത് പൂർണ്ണമായിട്ടും പറയാം BJPയും മോദി നയിക്കുന്ന BJP, അതായത് BJP എന്ന പാർട്ടിയെക്കാളും മോദി പ്രഭാവത്തിലാണ് ഇപ്രാവശ്യം വ്യക്തമായിട്ട് നരേന്ദ്രമോദിയുടെ തരംഗം അടിച്ചിട്ടുണ്ട് ഈ 2024 ഇലക്ഷനിൽ.